എന്റെ അമ്മേ. കഥയൊന്നും അടയ്ക്കാതെ എന്തെന്നാണ് ഇത് രണ്ടുപേരും കൂടെ? ഇവനെ കൊണ്ട് താൻ തന്നെ കാര്യം നോക്കുക. അതെ, എനിക്കൊരു സഹായം ചെയ്യാം. നമ്മുടെ ആർക്കെന്നായില്ലേ, അയാളുടെ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. അവിടെ 4 പേർക്ക് ഇരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ പോയി പണ്ടാരാ? അങ്ങനെ പറയരുത്. മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ, അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പയിൽ പോയിരിക്കണേ, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവരെ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവരെ ആ അങ്ങനെയൊന്നും വേണ്ട. ആർക്കാരും എന്നോട് പറഞ്ഞു, എന്തിനാ ആ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോളിയായിട്ട് പോവാമല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയാൾക്കൊരു വിഷമാവില്ലേ? എന്റെ പൊന്ന് മോനെ, നിന്റെ പുള് കള. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കൂടി നിന്നിട്ട് അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നോ അവിടെ ഇരുന്നോളണമെന്നാ നിയമം. ആ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. എറണാകുളത്ത് നിന്ന് ഏറുന്ന ഏവനാണല്ലോ, അവന് ഈ ക്യാബിനുള്ള സീറ്റ് കൊടുത്താ പോലെ. എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്ത് നിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോവും. അതുകൊണ്ട് എറണാകുളം എത്തട്ടെ. അവിടുന്ന് കയറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. അളിയ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാൻ പോവാണല്ലേ? എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കയറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കല്ലേ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാൻ നീ ഗ്ലാസ് ഈ ഗ്ലാസ് ഇങ്ങനെ അവിടെ അപ്പൊ നിങ്ങൾ എനിക്ക് ആ സീറ്റ് തരികയാണെങ്കിലേ ഞങ്ങൾ ഇങ്ങനെ കളിതമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോളിയായിട്ട് അങ്ങ് പോവും. എന്റെ പൊന്നാചാരം, നമ്മളൊക്കെ ചെറുപ്പമല്ലേ, നിങ്ങളൊക്കെ സഹകരിച്ചില്ലേ പിന്നെ ആര് സഹകരിക്കാനാ? നിങ്ങൾക്ക് സൈഡ് സീറ്റ് തരാം, ചുമ്മാരെ പൊക്കിയടിച്ച് വെളിയിടാം, കള്ളുകൂടിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. പറ്റില്ല, എനിക്ക് മദ്രാസിൽ നാളെ ഇന്റർവ്യൂ ഉള്ളതാ. രാത്രി സമാധാനമായിട്ട് വല്ലതും പഠിക്കണം. ഇഷ്ടപ്പെടാത്തൊരു കമ്പനിയിൽ വേണ്ട, അത് ശരിയാവില്ല. ഐ എം സോറി. അങ്ങനെ പോയാ ഒന്ന് മാറി. പിന്നെ ഒരു ആക്കിയിട്ട് പോകരുത് കേട്ടാ. നിനക്ക് എന്തൊക്കെ സൗകര്യം ആ മുറിക്കകത്ത് ചെയ്ത് തരാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ തനിക്ക് എന്താ എത്ര നിർബന്ധം ഈ മുറിക്കകത്ത് തന്നെ കുത്തിയിരിക്കണമെന്ന്? നിന്റെ ഭാര്യ അമ്മായിയപ്പനും അമ്മയമ്മ ഇതിനകത്തിരിക്കണ. അനാവശ്യം പറയുന്നത്. അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യണം? ആഴ്ചവന്റെ സ്റ്റേപ്പ് ചെയ്യാൻ മാറ്റൂ. അവൻ ആരവൻ? എന്നാ അവൻ അറിഞ്ഞൂടാ. എന്താ എന്താ പ്രശ്നം? ഇവന് 2 അടി കൊടുത്തിട്ട് തന്നെ കാര്യം. എന്താ കാര്യം? കുറെ നേരമായി ഇവനോട് കിടന്ന് കളിക്കുന്നു. എന്താ കാര്യം? അല്ല സാറേ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇയാൾക്ക് ഇവിടെ വന്നിരിക്കണം. ഞാൻ അങ്ങോട്ട് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു ബഹളം. അല്ല എന്താ ഇത്? ഇത് എന്റെ സീറ്റല്ലേ? ഞാൻ ഈ കള്ളുടി മാറി. അതാണല്ലേ കാര്യം. തനിക്ക് ഇവിടെ എന്താ കാര്യം? എനിക്കിവിടെ പല കാര്യമുണ്ട്. ഒരു പുല്ല് കാര്യമില്ല. ആദ്യം കളിച്ചാ നിന്റെ ആർക്കാരാന്ന് എനിക്കറിയില്ല. നിന്നെ വന്നപ്പോ മുതലേ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഭാര്യയും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നിടത്ത് വന്ന അവന്റെ ഒരു കളിയും. ടോണി വാ മോനെ. സാറ് ഇതിലിടപെടണ്ട. സാറ് പോയെ. ഞാനാ വിളിക്കുന്നത് ടോണി. അതിന് ഈ ജാതി പാർട്ടീസിനൊക്കെ ട്രെയിനിൽ വെച്ച് പൊറപ്പിച്ചാലുണ്ടല്ലോ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാറേ ക്ഷമിക്കണം, കുടിച്ചല്ലേ. എന്താ ചെവിക്കാത്തിട്ട് ഊന്ന്? അല്ല വലിച്ചോണ്ട് പോന്നു. അത് ട്രെയിൻ ഞാൻ വലിച്ചു. ഞാൻ ചെയ്യും വലിച്ചേരാം. ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ലല്ലോ, ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ല അല്ല ഒരു ഒന്ന് എന്താ പിന്നെ മറ്റേ വാചകമൊന്നും അടിക്കണ്ട. കാര്യം പറയട്ടെ. അല്ല സാറേ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അവിടെ ഇരുന്ന അയാൾക്കെന്തോ കുഴപ്പം പറ്റുന്ന അവിടെ ഉരുകി പോവോ? അല്ല ഞാനും അവനായിട്ട് തനിക്ക് എന്താ വ്യത്യാസം? അവനാരാ? തന്റെ മരുമാനോ? അത് പുറത്തെടുക്കണോ? അങ്ങനെയാണെങ്കിൽ പുന്നാരെ മോനായി കെട്ടിച്ചു വിടണോ? അല്ല പിന്നെ ഒരമ്മായപ്പന്റെ സ്നേഹമാണെന്ന് വിചാരിച്ചോളാം. എടാ സാർ വേണ്ട. അകത്ത് കയറുന്ന അങ്ങനെ വല്ല കശുവണ്ടിക്കാരൻ പറയരുത്. തനിക്ക് വേണേ താൻ അകത്ത് പോയണോ? ഗവൺമെന്റ് കുടിക്കണ്ട ട്രെയിനിലൊരു നിയമം ഉണ്ടാക്കിയാണ്. ഇനിയിപ്പോ ഇത് മതി. മനുഷ്യൻ ഈ തീവണ്ടി ഒന്ന് മറിയുന്ന തോന്നണം. ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ?
ചുമ്മാണോ എല്ലാവരോട്ടും പറയാ മദ്രാസിൽ ചെന്ന് ഇറങ്ങിയ ക്രിക്കറ്റ് കളി കാണുന്ന പരിപാടിയില്ല, നിന്റെ നോവല് സിനിമയാക്കുന്ന പരിപാടിയില്ല, പിന്നെ മറ്റു പരിപാടിയില്ല. അയ്യോ മദ്രാസ് സ്റ്റേഷനിൽ ചെന്നാലേ അവന്റെ അമ്മയപ്പന്റെ ക്യാബിന് വെളിയിറങ്ങുമല്ലോ, അവനെ അടിച്ച് അവന്റെ 32 പല്ലും വായിടാതെ നമ്മൾ പ്ലാറ്റ്ഫോം വിടുന്ന പ്രശ്നമില്ല. അതെ ഗ്രീൻ. ചെറിയൊരു ആൾട്രേഷൻ. 32 പല്ലിൽ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ ഫ്രണ്ടില്. മരിച്ചുപോയ നിന്റെ വല്യമ്മച്ചിക്ക് അങ്ങനെ ആയിരുന്നു. അതൊരഴകാ. എന്റെ അമ്മൂമ്മയുടെ പല്ല്. അയ്യ മമ്മ തന്നെ സാറങ്ങോട്ട്. കേരള ഡിപ്ലോമാറ്റ് ഉണ്ടോ? ഇല്ല സാർ, അമ്മേ ഉള്ളൂ. എന്നാ 2 ബോട്ടിൽ റം വാങ്ങിച്ചോണ്ടോ? വേണം. എന്താ അവിടെ ഒരു ബഹളം? ചുമ്മാ മമ്മൂട്ടി അവരോട് തലവത്തിരിക്കണം. സിനിമാളന്മാരെ കണ്ടിട്ടില്ലേ? അവന്റെ ഒരു ചൂടാ. മക്കളെ, എന്റെ ഡ്യൂട്ടി കഴിയാറായി. അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. അതിനു മുമ്പൊന്നും മിനിങ്ങണല്ലോ. എന്തൊരു ക്ഷീണം. അതിന് നിങ്ങൾ മമ്മൂട്ടിയുടെ മുറിയിൽ ഒരു കമ്പനി കൂടിയില്ലേ? അയ്യേ, അങ്ങോരുടെ കൂടെ കമ്പനി കൂടിയിട്ട് എന്താ കാര്യം? ഇത് വല്ലതും അവിടെ കിട്ടുമോ? കമ്പനി കൂടണമെങ്കിൽ നെടുമുടിയുടെ കൂടെ കൂടണം. ആ കൊട്ടും പാട്ടും പാട്ടും കൊട്ടും കൊട്ടുപടിയും. ഓ, പിന്നെ ഇതൊരു ബാറല്ലായിരുന്നോ? പുള്ളി നല്ല വീശാണോ? പിന്നെ അയാൾ ഒരടിക്കുന്നു, ഞാൻ ഒരടിക്കുന്നു. ആ തൃശ്ശൂരിൽ നിന്നുള്ളത് എടുത്തേ. തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം. ഒറ്റ വിചാരേ ഉള്ളൂ. റിയക്ഷൻ അല്ലേ? ഹലോ, ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടാ ടോണി കുരിശിങ്കൽ. കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി, വലിയ എസ്റ്റേറ്റ് പാർട്ടി. ഓ, കേട്ടിട്ടുണ്ട്. കിളത്താതെ ടോണി കുരിശിങ്കൽ. സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മദ്രാസിൽ പോകും. ഞങ്ങള് മദ്രാസിലേക്കാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ എം ടോണി കുരിശിങ്കൽ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിങ് ആണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. കേട്ടാ, ഈ പെണ്ണുങ്ങളും മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മമ്മൂട്ടിയെ പോലെ നടക്കുക, മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടാ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. എന്താ കാര്യം? ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ നോവലിസ്റ്റ് ആണ്, ലിറ്റററി നോവലിസ്റ്റ്. എന്റെ നോവലിന്റെ പേര് വാരിക്കുഴിയിലെ കൊലപാതകം. നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവൽ ആര് സിനിമയാക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമയ്ക്ക് എത്ര രൂപയാവും? അതിപ്പോ പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ് അല്ലേ? നല്ല 10-20 ലക്ഷം രൂപ അല്ലേ? ഞാനും ഈ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, എന്റെ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട്. ഞാനന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നസീർ ഷീലയൊക്കെ ഒരു ദിവസം കൊണ്ട് വരാത്തത്. നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. വെടിയിറച്ചിയെ കിട്ടും. പുലിയിറച്ചി തിന്നിട്ടുണ്ട്. നമ്മളെ പോലെ മനുഷ്യനല്ലേ സാറ് അല്ലേ? എന്തോ പേപ്പർ പ്രിന്റ് ഷർട്ടാ ഇത്. എളുപ്പം ചീത്തയായി പോവും. എനിക്കിതുപോലെ 6 ഉണ്ടായിരുന്നു. ഇതൊന്ന് ടൈം കൈ കിട്ടുന്ന സാധനം വലുതാവല് ചെറുതായിരിക്കുന്നത്. HMT അത് ക്യാമറ കനയുള്ളൂ. എന്റെ ഇരിക്കുന്ന ഇത്ര വലുതല്ല, ചെറുത് സ്മാൾ സൈസ്.
സിനിമ കാണുന്നല്ലേ? ടോണി ഉറങ്ങാറായില്ലേ? സാറ് ഫുഡൊക്കെ കഴിച്ചാ? വാ ടോണി പോവാൻ ടോണി. ഞാൻ ഡിസ്റ്റർബൻസ് ആയ? ഇല്ല ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ. ഇല്ല. ഡിസ്റ്റർബൻസ് ആവണം. ടോണി വാ. ഷോ ഷോ ഡിസ്റ്റർബൻസ് ആയ? ആ. ടോണി വാ പോവാൻ ടോണി. ഞാൻ ടച്ച് ചെയ്തോട്ടാ. ഓ. സ്മോൾ ടച്ച്. ഓ വാ വാ പോവാം. ആണുങ്ങളെ ഡീൽ ചെയ്തണ്ട. ടോണി വാ പോവാൻ ടോണി. ഡിസ്റ്റർബൻസ് ആയ? ഇല്ല എന്റെ പേരെന്തത്? ടോണി കുരിശിങ്കൽ. ടോണി കുരിശിങ്കൽ. മമ്മൂട്ടി എനിക്കറിയാം. വാ. ഞാൻ മറ്റേ കുറച്ച് ഓവറാണ് അതാണ്. ഞാൻ പോ, സാർ ഉറങ്ങട്ടെ. പോ. പിച്ചാടെ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങള് അനാഥരായി പോവും. അങ്ങനെ പറയലടാ പൊന്നു മോനെ. നിങ്ങളെ അങ്ങനെ അനാഥരാക്കിയിട്ട് ഞാൻ പോവോ? എനിക്ക് പകരം ഈ വണ്ടി കയറുന്നത് എന്റെ സ്വന്തം പാർട്ടിയാ, ചൊക്കലിംഗം. ചൊക്കി. ഞാൻ വിചാരിച്ചു മഹാലിംഗമായിരിക്കും. ഒരുമാതിരി തൊട്ടിയാവാതെ. ആളെങ്ങനെ മദ്യപാനിയാണോ? ഏയ്, എല്ലാവരും സ്മോൾ അടിക്കുമ്പോ അയാൾ രസവും സാമ്പാറും പട്ടര പട്ടരാ പട്ടരല്ല, പട്ട പട്ട. നാടാരേ, ചൊക്കി ചൊക്കി, നമ്മുടെ ചൊക്കി വാങ്ങ വാ. അയ്യോ എന്നെ സൗഖ്യമാ? പറവായില്ലടാ. പിടിച്ചോ, ഇത് നമ്മുടെ പിള്ളേരാ, വേണ്ടതുപോലെ ഗവനിക്കാം. കൈകൊട്. ഹലോ ഹലോ. നല്ല പിള്ളേരാ. പാത്താലേ ശരി. പോട്ടെ നോടിക്കുട്ട. അഴകാന നീലി വരും പരുപോലെ ഓടി വരും, കണ്ണാടി പോലെ വരും കൊടികുട. നീ കോട്ട ബ്ലാക്കിൽ വിറ്റാ. വളയുടെ